കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ചിക്കൻ വെച്ചാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. കണ്ണൂർ സ്പെഷ്യൽ ചിക്കൻ കൽമാസാണിത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ. സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് മാവ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് പത്തിരിക്കോ അല്ലെങ്കിൽ ഇടിയപ്പത്തിനോ ഒക്കെ എടുക്കുന്ന പൊടിയാണ് കേട്ടോ വേണ്ടത്. അത് ആവശ്യത്തിന് നമുക്ക് എടുത്തു വെക്കാം. പിന്നെ ഒരല്പം തേങ്ങ, അതിലേക്ക് കുറച്ച് പെരുംജീരകവും ചെറിയുള്ളിയും കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം. കൂടുതൽ അരയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഈ പൊടിയിലേക്ക് നന്നായിട്ട് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കൈവച്ച് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നെയ്പ്പത്തലിനൊക്കെ മിക്സ് ചെയ്യണില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. അതേ കൂട്ടാണ്. വേണമെങ്കിൽ ഇതിലേക്ക് ഉപ്പുപൊടി ചേർക്കാം. ഞാൻ ഇത് മാവ് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലേക്കാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ ഉപ്പിടുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തു. തേങ്ങയും പെരുംജീരകം ചെറിയുള്ളിയും കൂടി ചതച്ച മിക്സ് ഈ പൊടിയിലേക്ക് നന്നായിട്ട് ചേർത്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ നൂൽപുട്ടിന് ഉപയോഗിക്കുന്ന പൊടിയോ മതി കേട്ടോ. അല്ലാതെ പുട്ടുപൊടിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പിട്ട് നല്ലപോലെ തിളപ്പിച്ച വെള്ളമാണ് അത് ഇതിലേക്ക് അല്പാൽപ്പായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു. നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാൻ കഴിയും. കണ്ടില്ലേ, പത്തിരിക്കൊക്കെ ചെയ്യണ പോലെ തന്നെയാണ്. നല്ല ഒന്ന് കുഴച്ചെടുക്കണം. കൂട്ടുകാരെ, ഈ സമയം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വീഡിയോയുടെ അഭിപ്രായം കൂടി പറയണം. മാവ് നമുക്ക് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം. നന്നായി കുഴച്ചെടുത്ത് വെച്ചു. ചൂടാറിയിട്ടാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, വളരെ സോഫ്റ്റായിട്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. തിളച്ച വെള്ളത്തിലൊക്കെ കുഴച്ച് കഴിഞ്ഞാൽ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. വേണമെങ്കിൽ അല്പം എണ്ണയൊക്കെ പുരട്ടിയിട്ട് വേണമെങ്കിൽ കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് സവോള നൈസായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കറിവേപ്പിലയൊക്കെ ഒന്ന് നൈസായിട്ടൊന്ന് അരിഞ്ഞു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചാണ് കേട്ടോ. സെപ്പറേറ്റ് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഒരുമിച്ച് ചതച്ചെടുത്തു. അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ കരിയാതെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു ഫ്ലേവറൊക്കെ വരും. ഇതേപോലെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ കറിവേപ്പിലയുടെ ഫ്ലേവറും സവോളയൊക്കെ നൈസായിട്ട് വേണം. എന്നാലേ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചു വരുള്ളൂ. ഒരല്പം ഉപ്പ് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അത്യാവശ്യം ഒരു ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വേവിച്ചെടുത്ത്, ബോൺലെസ് ചിക്കനാണ്. ബോൺ ഉണ്ടെങ്കിൽ നമ്മൾ വേവിച്ചതിന് ശേഷം അതൊക്കെ മാറ്റിയിട്ട് വെള്ളം വറ്റിച്ച് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അതും കൂടി ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ ഒന്ന് ചതച്ചെടുത്തതാണ്. വേണമെങ്കിൽ കട്ട് ചെയ്തെടുത്താലും മതി. നല്ലപോലെ വേവിച്ചിട്ട് വേണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ പാകമുണ്ടോ എന്നൊക്കെ നോക്കണം. ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ ചിക്കൻ വേവിച്ചെടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. കയ്യിലില്ലാത്തത് കൊണ്ട് ചേർത്തില്ല. കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കണം. ചിക്കൻ മസാലയും ഗരം മസാലയും കൂടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. ചിക്കനിലൊക്കെ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്. അതേമാതിരി സവോള വഴറ്റുമ്പോഴും ഉപ്പ് ചേർത്തില്ലേ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സിമ്മിലിട്ടിട്ട് മസാലയൊക്കെ ഇതിലേക്കൊക്കെ മിക്സ് ആവട്ടെ. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു ടേസ്റ്റാണ്. സ്നാക്ക് തയ്യാറാക്കാനുള്ള ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ച് വെച്ചിട്ടുള്ള മാവില്ലേ, അതിൽ നിന്ന് ഓരോ ബോൾസുകളായിട്ട് എടുത്തിട്ട് പത്തിരിക്കൊക്കെ കുഴക്കണ പോലെ ഒന്ന് കയ്യിൽ വെച്ച് പരത്തിയിട്ട് അതിനുള്ളിലേക്ക് നമുക്ക് ഈ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം.
വളരെ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ കയ്യിൽ ഒരല്പം എണ്ണ വേണമെങ്കിൽ പരത്താം. പക്ഷേ നൈസ് പൊടിയാണ്, തിളച്ച വെള്ളത്തിലൊക്കെ കുഴച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒട്ടാറില്ല. വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇതേപോലെ ഫില്ലിങ്സും വെച്ച് കൊടുത്ത് ഒന്ന് ക്ലോസ് ചെയ്യണം. അതിൻ്റെ എൻഡൊക്കെ ഒന്ന് നമുക്കതിൻ്റെ ഉള്ളിലേക്കാക്കി ക്ലോസ് ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു സ്റ്റീമറിൽ വെച്ച് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. സ്റ്റീമറിൽ വെച്ച് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കണം. ഈ സമയം നമുക്ക് വേറൊരു ഫില്ലിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തോ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്തോ, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അത്യാവശ്യം വെള്ളം ഒഴിക്കണം കേട്ടോ. നമ്മൾ ഈ സ്നാക്ക് ഇതിലേക്ക് മുക്കിയെടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനനുസരിച്ചുള്ള ഫില്ലിങ്സാണ് വേണ്ടത്. അപ്പോഴേക്കും ഇതെല്ലാം ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടി ഉപ്പിൻ്റെയും ഫില്ലിങ്സിലേക്ക് ഓരോന്നായിട്ട് മുക്കിയെടുക്കണം. ഇതേപോലെ ഫുൾ കവർ ചെയ്തെടുത്തിട്ട് ഈ പാനിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ പാനിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഒന്ന് സിമ്മിലിട്ടിട്ട് 2 ഭാഗം ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെ അഭിപ്രായം പറയണേ. ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. എല്ലാവരുടെയും അഭിപ്രായം പറയണം കേട്ടോ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.